ഞാനിന്നിവിടെ നെയ്മീൻ മേടിച്ചു. അപ്പോൾ കുറച്ച് വറ്റിച്ചുണ്ടാക്കാമെന്ന് കരുതുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കല്യാണത്തിന് ഇങ്ങനത്തെ പീസ് നല്ലോണം വറ്റിച്ച് കിട്ടുന്നില്ലേ? അപ്പോൾ അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്ന നെയ്മീനാണ്. ഏത് മീനും നമുക്കിങ്ങനെ ഉണ്ടാക്കാം. നെയ്മീൻ മേടിച്ച് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കണം. എന്നാലാണ് അതിലേക്ക് ഉപ്പും പുളിയും എരിവും പിടിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: മീൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, പിന്നീട് ചെറുള്ളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുടംപുളി. കുടംപുളി നമ്മൾ എടുക്കുമ്പോൾ ആദ്യം ശരിക്ക് കഴുകുക. ശരിക്ക് കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് പിന്നീട് അതൊന്ന് ഇച്ചിരി വെള്ളത്തിൽ ഇട്ട് വയ്ക്കും. പിന്നെ വേണ്ടത് കടുക്, ഉലുവ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രമാണ് ഇതിന് നമ്മൾ എടുക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ. ഈ മീന് നമ്മൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കഴുകണം. കഴുകേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേക്ക് നമ്മൾ കല്ലുപ്പ്, കുറച്ച് വിനാഗിരി, ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ഈ മീൻ പീസ് കഷ്ണം പൊടിഞ്ഞു പോവില്ല. ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് എടുക്കാം. അപ്പോൾ മീൻ കട്ട് ചെയ്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇടേണ്ട ഇൻഗ്രീഡിയൻസ്: ചെറുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. കറിവേപ്പില ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി, ക്ഷമിക്കണം. ഇത് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എങ്ങനെയാണ് ഇതിനകത്ത് ചേർക്കേണ്ടത് എന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഏതാണ്ട് 1 കിലോയ്ക്ക് അടുത്ത് മീനുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഇത് കാശ്മീരി ചില്ലിയാണ്. പിരിയൻ മുളക് പൊടി പിന്നെ സാധാ മുളക് പൊടിയും മിക്സാണ്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്യാണ്. ഇത് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ കുഴമ്പ് പരുവത്തിനാക്കണം. ഈ കളർ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഇത് പിരിയൻ മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി ആയത് കാരണമാണ് ഇത്രയ്ക്ക് കളർ വരാൻ കാരണം. നമുക്ക് അടുപ്പ് കത്തിച്ച് ചട്ടി വയ്ക്കുകയാണ്. ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഈ കടായിക്കകത്താണ്. ഈ കടായിയിൽ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ മൺചട്ടിയിലേക്ക് മാറ്റും. പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇടാം. ഇത് വേണം. ഉലുവ മൂത്തിട്ടുണ്ട്. കറിവേപ്പില ശരിക്കൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയതിന് ശേഷം നമുക്ക് ചെറുള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇടാം. ഓക്കെ, അപ്പം അങ്ങനെ ഇഞ്ചി എല്ലാം മൂത്തിട്ടുണ്ടെങ്കിൽ ചെറുള്ളി
നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്കൊന്ന് കഴുകി വയ്ക്കണം. ഇനി ഈ മസാലയൊന്ന് നമ്മൾ ഇട്ടേക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്ന് മൂക്കണം. മൂത്തതിന് ശേഷം നമുക്ക് പുളി ഒഴിക്കണം. നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഒഴിക്കണം. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊരു പൊടിക്ക് മുന്നിലേക്ക് നിൽക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപ്പ് കഷ്ണത്തിലേക്ക് പിടിക്കുമ്പോൾ ചാറിൽ ഉപ്പ് കുറയാൻ സാധ്യതയുണ്ട്. നമുക്കിനി ഇത് ശരിക്കും തിളയ്ക്കാൻ മൂടി വയ്ക്കാം. ഇതിപ്പോൾ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് കുറച്ച് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇങ്ങനെ ഇട്ട് കുത്തി ഇളക്കരുത്. മീനൊന്ന് വെന്ത് കിട്ടണം. അതിനൊരു കൂടി പോയി കഴിഞ്ഞാൽ 5 മിനിറ്റ് 6 മിനിറ്റ് ശരിക്കൊന്ന് വേവിക്കണം. അത് നമുക്ക് മൂടി വെച്ച് തന്നെ വേവിക്കാം. പക്ഷേ ഇതിന് ശേഷം ഇത് കയ്യിൽ കൊണ്ട് ഇളക്കരുത്. കയ്യിൽ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. നമ്മൾ ഇങ്ങനെയാണ് ഇളക്കാൻ പാടുള്ളൂ. മീൻ വെന്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. നല്ല ചൂടാണ്, നല്ല ചൂടാണ്. ഉപ്പ് പിടിച്ചു വരുന്നു, പൊടിയും പിടിച്ചു വരുന്നു, ചാറിന് എരിവുണ്ട്. ഇനി ഇത് നമ്മൾ മൺചട്ടിയിലേക്ക് മാറ്റി ഇടണം. മൺചട്ടിയിൽ വെള്ളം ഉണ്ടാവരുത്. അങ്ങനെ നമ്മുടെ മീൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ നമുക്ക് കഴിക്കാവുന്നതാണ്. കപ്പയും മീൻകറിയും നമ്മുടെ പണ്ട് മുതലേ ഉള്ള ഇഷ്ട വിഭവമാണ്. ആര് കണ്ടാലും കൊതിക്കും. പക്ഷേ ഇത് ആ മീൻകറി വറ്റിച്ചതും കപ്പയും ഒലത്തീരും കൂടെ കൂടിയാവുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. എല്ലാവരും വീട്ടിൽ പരീക്ഷിക്കുക, കമൻറ്റുകളായി എഴുതി അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ഉണ്ടാക്കി നോക്കുക.